അമീബിക് മസ്തിഷ്ക ജ്വര ബാധ കേസുകൾ കുറവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2024 50-ൽ താഴെയായിരുന്നു ഒരു വർഷം റിപ്പോർട്ട് ചെയ്ത കേസെങ്കിൽ 2025 200-ന് മുകളിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചവരുടെ എണ്ണം. ഒപ്പം ഈ രോഗം സ്ഥിരീകരിച്ചവരിൽ മരണനിരക്കും ഉയരുന്നു എന്നതാണ് ആശങ്കപ്പെടേണ്ട കാര്യം. ഇന്ന് 2 മരണം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരുന്നു. ഒന്ന് തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശിയുടെയും മറ്റൊന്ന് കോഴിക്കോട് സ്വദേശിയുടെയും മരണമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമെന്ന് സ്ഥിരീകരിച്ചത്. ഒപ്പം ഈ കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് നിലവിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. കഴിഞ്ഞ വർഷം 2025 മാത്രം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 47 പേർ മരിച്ചു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. 201 പേർക്ക് 2025 രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം 5 പേരാണ് ഈ രോഗം ബാധിക്കുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ആരോഗ്യവകുപ്പിനെ ആശങ്കയിലാക്കുന്നത് ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലിനജലത്തിലൂടെയാണ് അമീബിക് മസ്തിഷ്ക ജ്വര രോഗം പടരുന്നതെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും മലിനജലത്തിൽ കുളിക്കാത്തവർക്ക് പോലും രോഗം ബാധിക്കുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. ഒപ്പം ഇനി ചൂടുകാലമാണ്. മലിനജലങ്ങളിൽ ഇറങ്ങുന്നവരൊക്കെ തന്നെ വലിയ ജാഗ്രത പാലിക്കണം എന്നതാണ് ആരോഗ്യവകുപ്പും പറയുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ കേസുകൾ ഉയരാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഇപ്പോൾ മരിച്ച 2 പേരുടെ അവർക്ക് ഈ ജ്വരബാധ ഉണ്ടായത് എവിടെ നിന്നാണ് എന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്? ഹഷ്മി, കോഴിക്കോട് സ്വദേശിയുടെ ആ സമീപത്തെ കുളത്തിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. ഈ തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശിയുടെ മരണത്തിലും ഒരു നേരത്തെ ഇത്തരത്തിൽ രോഗം ബാധിക്കുന്ന തരത്തിലുള്ള ഹിസ്റ്ററി ഒന്നും തന്നെ ആ രോഗിക്ക് ഇല്ല എന്നതാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ മലിനജലത്തിൽ കുളിച്ചത് കൊണ്ട് രോഗം വരാനുള്ള സാധ്യത ഇല്ല എന്നതാണ് ബന്ധുക്കളടക്കം പറയുന്നത്. അതാണ് പ്രധാനമായും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. കാരണം ഈ മലിനജലത്തിൽ കുളിക്കുമ്പോൾ, തല മുങ്ങി കുളിക്കുമ്പോഴാണ് പലപ്പോഴും മൂക്കിലൂടെ ഈ അമീബ ഉള്ളിലേക്ക് കയറുകയും പിന്നീട് അത് തലച്ചോറിനെ ബാധിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ വീട്ടിൽ കുളിച്ചവർക്ക് പോലും ഈ രോഗം ബാധിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. വീട്ടിലെ ടാങ്കിൽ പോലും, വീട്ടിലെ കിണറുകളിൽ പോലും അമീബയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലും രോഗം ബാധിക്കാമെന്നുള്ള ഒരു വിവരമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. അതുകൊണ്ടാണ് ഈ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വാട്ടർ ടാങ്കുകൾ ഉൾപ്പെടെ മാസ് ക്ലീനിങ് യജ്ഞമൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ എന്നിട്ടും ഈ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതല്ലാതെ അതിൽ ഒട്ടും കുറവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കെടുത്താൽ ഓരോ വർഷവും വളരെ കുറച്ച് കേസുകൾ മാത്രമായിരുന്നു സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ 2025 200 കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വരും മാസങ്ങളിലും ഈ കേസുകൾ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. രോഗം ബാധിച്ചാൽ മരണനിരക്ക് കൂടുതലുള്ള ഒരു അസുഖം കൂടിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ കൂടി ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പും നൽകുന്നത്.